മോളെ, ജയകൃഷ്ണന് നീ പറയുന്ന അത്ര കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇല്ല അച്ഛ, എനിക്ക് ഉറപ്പാ ജയേട്ടന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. കല്യാണത്തിന്റെ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കണതാ. രാധികക്കുഞ്ഞു പറയുന്നതിലൊരു അല്പ കാര്യമുണ്ടെന്നാ എനിക്കും തോന്നുന്നത്. എക്സ്ക്യൂസ് മീ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങൾക്കാർക്കും വിഷമാവില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ജയകൃഷ്ണന് മാനസികമായി ചെറിയ തകരാറുണ്ട്. ജയകൃഷ്ണൻ ഇപ്പോൾ ഡോക്ടർ റസിയുടെ ട്രീറ്റ്മെന്റിലാണ്. ഇത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. മനസ്സിന്റെ താളം ഒരിക്കൽ തെറ്റിയ പിന്നെ പ്രാർത്ഥിക്കുക. എല്ലാവരും അവന് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അവനെ ഇവിടെ ഇറക്കിക്കൊണ്ടു പോരെന്ന് ഞാൻ എത്ര വട്ടം കരഞ്ഞു പറഞ്ഞതാ. എന്നിട്ട് നീ കേട്ടോ? ഇനി നീ അനുഭവിച്ചോ? ദേ ഇത് കണ്ടോ? അവനെ സ്നേഹിച്ചതിന് അവനെനിക്ക് തന്ന സമ്മാനമാ. ഇതുപോലൊരു വെട്ട് വേറൊരിടത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടാ കെട്ടിങ്ങിപ്പോവും. അതേതാ സ്ഥലം? വാ കാണിച്ചു തരാം. കണ്ടിരിക്കേണ്ട സ്ഥലമാ. അല്ല, ഇതിനകത്തേക്ക് കൊണ്ടോണേ. എന്തത്? വൃത്തിയേട്ടവൻ. എന്താടാ? ആളവന്താൻ. ആർക്കെങ്കിലും കാണുമെങ്കിൽ വാ, സൗജന്യ പ്രദർശനമാ. എടോ രവീന്ദ്ര, താൻ എന്തൊക്കെ കാണിക്കുന്നേ? ഉണ്ടാ, താനൊന്നും ഉണ്ടായിരിക്കടൂ. ഇവനെ ഒന്നും ഇതൊന്നും കാണിച്ചാ പോരാ. എന്റെ പൊന്ന് രവീന്ദ്രേട്ടാ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധമല്ലടാ, അതിബുദ്ധിയാ. സമാധാനമായി ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന എന്റെ അനിയനെ പുറത്തു കൊണ്ടുപോയി നീ മുഴുവൻ ഭ്രാന്തനാക്കിയില്ലേ? ഇനിയിപ്പോ അവന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്ത് തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ട് തള്ളണമല്ലേ? നടക്കേലടാ, നടക്കേല. അയ്യോ, അവന്റെ പണം മുഴുവൻ അവന് ഇഷ്ടമുള്ള പോലെ അവൻ തന്നെ ചെലവാക്കുന്നത്. അതിൽ നിന്നൊരു നയാ പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ജയകൃഷ്ണ. അവൻ നോർമൽ അല്ലെന്ന് തെളിഞ്ഞാൽ അവന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ലക്ഷങ്ങൾക്ക് താൻ തന്നെ സമാധാനം പറയേണ്ടി വരും. നീ എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റിലെടുത്ത് നാളെ കെടുത്തിയില്ലേ? കോടതി വീട്ടിലെ വക്കീലന്മാരെല്ലാം കൂടി നാടകമാടി എന്നെ നാറിയാക്കിയില്ലേടാ. ഇനി നിന്റെ പെമ്പർനോത്തി അടക്കം കോടതി വീട്ടിലെ എല്ലാ എണ്ണത്തിനെയും പ്രതിക്കൂട്ടി കയറ്റി നിർത്തി തോലി കുരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വാടോ വക്കീലേ. ഡോക്ടറും കൂടെ എന്നെ കൈയൊഴിയരുത്. എന്നെ രക്ഷിക്കണം. ഇനി ജയകൃഷ്ണനെ രക്ഷിക്കാൻ ഈശ്വരന് മാത്രമേ സാധിക്കൂ. അവൻ ചിന്തകനും എഴുത്തുകാരനും മണ്ണാങ്കട്ടയും ഒക്കെ ആയിരിക്കും. പക്ഷേ മനസ്സിന്റെ താളം ഒരല്പം പിഴച്ചാൽ പിശാചിനേക്കാൾ ക്രൂരനാവും അവൻ. ദാ നോക്ക്, അവൻ വീഴ്ത്തിയ ചോരയുടെയും കാട്ടിക്കൂട്ടി അക്രമങ്ങളുടെയും കണക്കും ചരിത്രമാണിത്. ഇനി ഇതൊക്കെ അരങ്ങേറാൻ പോകുന്നത് അവിടെയാണ്, തന്റെ കോടതി വീട്ടില്. സാർ, അവനെ തിരികെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല ജയകൃഷ്ണ. അവന് ഭ്രാന്തില്ലെന്ന് വിധിച്ചിരിക്കുന്നത് കോടതിയാ. ഇനി കോടതിയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോ മെഡിസിൻ കൊടുത്ത് അബ്നോർമൽ സ്റ്റേജിലാക്കിയിട്ടാണെങ്കിൽ അതേ ഉള്ളു ഇനി ഒരു മാർഗം. പക്ഷെ അതിനൊക്കെ ശ്രമിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അവനെതിരെ കരുക്കൾ നീക്കുമ്പോ തനിക്ക് എവിടെയെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ ഒരുപാട് പേരുടെ ജീവൻ ബലി കൊടുക്കേണ്ടതായിട്ട് വരും. അവനെനിക്ക് ശരിക്കറിയാവുന്നതുകൊണ്ട് പറയാ. നീ ഇതെന്താ ഉണ്ടാക്കുന്നത്? ബോംബ്. അതിന് നിനക്കിതൊക്കെ ഉണ്ടാക്കാറിയോ? ഈ കോടതി വീട് മുഴുവൻ തീർക്കാൻ ഇവൻ ഒരെണ്ണം മതി. അപ്പോ ഈ വീട് തകർക്കാൻ വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? അല്ലട വട്ട. ഡോക്ടർ റസിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഷാജഹാനില്ലേ, അവനൊരു വലിയ ബംഗ്ലാവ് പണിതിട്ടുണ്ട്. അതിന്ന് രാത്രി ഒരു പിടിച്ചാരോയിട്ട് മാറും. എന്തിന്? അവനെ ഞാൻ ചെന്ന് കണ്ടിരുന്നു. റസിയയുമായിട്ടുള്ള അവന്റെ വിവാഹം നടക്കരുതെന്ന് പറയാൻ. റസിയ നിന്റെ പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു. അവനത് വിശ്വസിച്ചില്ല. എന്നോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ആ പണിയാ ഈ പണി. ഈ പണി അവനിട്ട് കൊടുത്താ നാളെ രാവിലെ അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറും. ഞാനാണ് ആ കെട്ടണം തകർത്തെന്ന് അറിയുമ്പോ പിന്നെ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. നിന്റെ റസിയെ നിനക്ക് തന്നെ കിട്ടും ജയകൃഷ്ണ. കിട്ടും. പക്ഷെ കിട്ടാൻ പോകുന്ന എനിക്കല്ല, രാധിക. നീ ഇങ്ങനെയൊക്കെ ചെയ്ത് അതിനൊക്കെ സമാധാനം പറയേണ്ടി വരുന്നത് രാധിക. അവളുടെ ജാമ്യത്തിലാണ് നീ ഇപ്പൊ കഴിയുന്നുള്ള കാര്യം നീ മറക്കരുത്. ശരിയാ, ശരിയാ. ഇത് വളരെ അപകടകാരിയായ മെഡിസിനാ.
ഒരു കുഴപ്പമില്ലാത്ത ഒരാളിൽ കുത്തിവെച്ചാൽ പോലും 3-4 ദിവസം അയാൾ നോർമൽ അല്ലാത്ത രീതിയിൽ പെരുമാറും. അതെ, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. അവനൊന്ന് നോർമൽ അല്ലാത്ത രീതിയിൽ പെരുമാറി കിട്ടിയാൽ മാത്രം മതി. അവന്റെ ഒരു ബോംബും അവനെ കോടതിയിൽ ഹാജരാക്കി ആശുപത്രിയിൽ അടക്കാനുള്ള വിധി ഞാൻ നേടും. താങ്ക് യു. പിന്നൊരു കാര്യം, ഈ മെഡിസിൻ കൈവശം വെക്കുന്ന പോലും 20 വർഷം ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഭാസ്കര, നീ എവിടെയാണ്? വെറുതെ ഒളിച്ചിരുന്ന് എന്നെ പേടിപ്പിക്കണ്ട, പുറത്തു വാ. ഭാസ്കര, ഒളിച്ചുകളി വേണ്ട. ഭാസ്കര, കളി എന്നോട് വേണ്ട. ഏതാ ഈ ഭാസ്കരൻ? അവന് ചെറുപ്പത്തിലൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നില്ലേ, കുളത്തിൽ വീണ് ചത്തുപോയ ഭാസ്കരൻ. ഈ അവസ്ഥയിൽ ചത്തുപോയ പലരും ജീവിച്ചിരിപ്പുണ്ടെന്നേ തോന്നുന്നു. ഇനി നീ ഒളിച്ചും പാത്തും പതുങ്ങിയും ഈ പരിസരത്തേക്ക് എങ്ങാനും വന്ന കയ്യും കാലും തല്ലി ഒട്ടിച്ച് പ്രാന്താശുപത്രി കൊണ്ട് പൂട്ടും ഞാൻ. ഭ്രാന്തൻ. ജയകൃഷ്ണ, അമ്മാവാ, എന്താ അമ്മാവ, സുഖമായിരിക്കുന്നോ? നിന്റെ കയ്യിൽ എന്താ? അത് പിന്നെ ഒരുപാട് നാളായി അമ്മാവന് കുറച്ച് ചന്ദനത്തിന് മേടിക്കണമെന്ന് വിചാരിക്കുന്നു. ഇരിക്കട്ടെ, വെച്ചോളൂ. അയ്യോ ചേച്ചി, ചേട്ടന്റെ കത്തൊക്കെ വരാറില്ലേ? അശ്വതി, നന്നായിട്ട് പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി മേടിക്കും. എന്താടാ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ സാർ, ഈ ബാങ്ക് ഓഫ് കൊച്ചി എവിടാ? ബാങ്ക് ഓഫ് കൊച്ചി നിന്റെ അമ്മായി. ജയേട്ടന്റെ കയ്യിലെന്താ? ഒന്നുമില്ല. മറ്റേ കയ്യിലെന്താ? മറ്റേ കയ്യിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല. നിനക്ക് സുഖമല്ലടാ രോമനാരായണ പൂടമാത്ത. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അവന്റെ മനസ്സിന്റെ പ്രയാസം എന്താണെന്ന് എനിക്കറിയാം. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം മാത്രം പറയാം, ഭ്രാന്താശുപത്രിയിൽ എത്തുന്നവർ ഭൂരിഭാഗവും സ്നേഹം നിഷേധിക്കപ്പെടുന്നവരാണ്. ജയകൃഷ്ണന്റെ അവസ്ഥ അതാണ്. അവന്റെ മനസ്സിന്റെ മുറിവുണക്കാൻ മരുന്നും മന്ത്രമല്ല വേണ്ടത്, സ്നേഹിക്കുക. കഴിയുന്നിടത്തോളം അവന് സ്നേഹം കൊടുക്കുക. നമ്മുടെ ജയകൃഷ്ണ തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്കെല്ലാവർക്കും സ്നേഹം കൊണ്ടൊരു ഉത്സവം തന്നെ ഒരുക്കാം. എനിക്ക് ഡോക്ടർ നമ്പ്യാരെയാണ് കാണേണ്ടത്. കാണാം, അതിനുമ്പ് കണ്ണും തുറക്കും. പിന്നെ ഇത്രയും നേരം ഞാൻ തുറന്നത് കണ്ണല്ലാതെ. പ്ലീസ് നമ്പ്യാർ ഡോക്ടറെ വിളിക്കുക. ഇത് പ്രശ്നം വേറെയാ. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഡോക്ടർ നമ്പ്യാർ സ്ഥലം മാറിപ്പോയി, പകരം വന്ന ഡോക്ടറാണ് ഞാൻ. അയ്യോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഡോക്ടർ നമ്പ്യാർക്ക് മാത്രമേ എന്റെ പ്രശ്നങ്ങൾ അറിയൂ. ഓക്കെ, താങ്കൾ ഭയപ്പെടണ്ട. പ്രശ്നം എന്താ വെച്ചാൽ എന്നോട് പറയൂ. ഐ ക്യാൻ ഹെൽപ്പ് യു. പറയൂ മിസ്റ്റർ ജയകൃഷ്ണൻ. കൂട്ടിട്ട തെണ്ടിയില്ലേ ഹരിനാരായണൻ, അവന് പ്രാന്ത. ഡോക്ടർ അവനെ ഒന്ന് പരിശോധിച്ച അവന് വട്ടാണെന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലാവും. അവനെ ഈ ആശുപത്രിയിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. ഡോണ്ട് വറി ജയകൃഷ്ണൻ, കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഒക്കെ ഞാൻ ശരിയാക്കാം. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ ഹരിനാരായണൻ, ഇങ്ങോട്ട് വന്നിരിക്കൂ. അയ്യോ, ഹരിക്ക് ഉറക്കം നല്ല പോലെ കിട്ടുന്നുണ്ടോ? സൂര്യൻ അസ്തമിച്ച അപ്പ ഞാൻ ഉറങ്ങിപ്പോവും. താങ്കൾക്കോ? എന്റെ ഉറക്കൊക്കെ പോയിട്ട് നാളെ എത്രയായി ഡോക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേത്. അതെ അതെ അതെ, തലയുടെ പിൻഭാഗത്ത് ഒരു പെരുപ്പ് പോലെ തോന്നുന്നുണ്ടോ? എന്നോടാ പെരുപ്പ് പെരുപ്പ് പെരുപ്പ്? അല്ലല്ല, ജയേഷിനോടാ. ഡോക്ടർ എനിക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓ യെസ് യെസ്. ഉറക്കമില്ലാതെ കിടക്കുമ്പോ എഴുന്നേറ്റ് ഓടണമെന്ന് തോന്നുന്നുണ്ടോ ജയകൃഷ്ണന്? ജയേട്ടൻ അവിടെ ഇരിക്ക്. രാധിക, നിനക്ക് മനസ്സിലായില്ലേ? ഇയാളെന്നെ ഭ്രാന്തനാക്കാൻ നോക്കുക. എനിക്ക് ഡോക്ടർ നമ്പ്യാരെ കാണണം, അല്ലെങ്കിൽ ഡോക്ടർ റസിയെ. ഡോക്ടർ നമ്പ്യാർ ബാംഗ്ലൂരാ. പിന്നെ ഇന്ന് റസിയുടെ കല്യാണം അല്ലേ? ഇദ്ദേഹം വളരെ പേര് കേട്ട ഡോക്ടറാ മോനെ. ജയകൃഷ്ണ, ഇതെന്താണെന്ന് പറയാമോ? നിന്റെ അമ്മയുടെ നായര് ഒരു ഊഷാടിയും വെച്ച് ഡോക്ടറാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കോമൺ സെൻസ് വേണം. സെൻസ്. പ്ലീസ്.
എന്റെ രാധികയെ 3-4 മണിക്കൂറോട് കഴിഞ്ഞ് എന്റെ നിലയാകെ വഷളാവും. അതിനുമുമ്പ് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. നീ വാ. ജയേട്ട അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ഡോക്ടർ പറയുന്ന അനുസരിക്ക്. രാധികേ മോനെ എന്തിനാണ് ഇങ്ങനെ എല്ലാരും വിഷമിപ്പിക്കുന്നത്? അവിടെ ചെന്ന് ഇരിക്ക്. ചീ. ചേട്ടാ പ്ലീസ്. സാറേ എന്റെ പൊന്ന് സാറല്ലേ പറയുന്ന ഒന്ന് കേൾക്ക്. മരുന്ന് കഴിച്ചാൽ മാറാത്ത അസുഖമൊന്നുമില്ല. ഒന്ന് നിർത്തണ്ട എല്ലാവരും. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. രാധികേ നീയെങ്കിലും എന്നെ വിശ്വസിക്കണം. എന്റെ കൂടെ ഒന്ന് വരണം. നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ വരാം. നോ, ഈ സമയത്ത് ഇവനെ കൊണ്ട് പുറത്തു പോകുന്ന അപകട. അത് സാരമില്ല, ജയേട്ടൻ വരും. മിസ്സസ് രാധിക മേനോൻ, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? ഈ അവസ്ഥയിൽ അയാളെ വെളിയിൽ വിടാൻ പറ്റില്ല. നിന്നെയൊക്കെ ഡോക്ടറാക്കി അവനെ മുക്കാലി കെട്ടിയെടുക്കണം. രോഗിയെ കണ്ട തിരിച്ച് വയ്യാത്ത നായേ. ഷോക്ക് കൊടുക്കേണ്ടി വരും ഡോക്ടർ. ഡെഫിനറ്റ്ലി. പുറത്തു പോകണമെങ്കിൽ പെർമിഷൻ വേണം. എടാ പൊന്നപ്പ, എല്ലാരും കൂടി എന്നെ പ്രാന്തനാക്കി ഇതിനകത്തേക്ക് പൂട്ടാൻ പോവാ. നീ ഒന്ന് പറ, എനിക്കല്ല അവനാണ് വട്ടെന്ന്. ഫോൺ പറ ചെയ്യട്ടാ. എനിക്കല്ല വട്ട്, ഇവനാ വട്ട്. പട്ടി അവനെ പിടിയടാ. കയ്യും കാലം കെട്ടിയിട്ടാലും വേണ്ടില്ല, അവനിവിടെ കൊണ്ടുവരണം. സാർ